കൂപ്പർ അതിവേഗത്തിൽ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുന്നു. ബ്ലാക്ക് ഹോൾ കൂപ്പറിനെ അതിശക്തമായി ഉള്ളിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. ഇതേ സമയം നമ്മുടെ മർഫി ടോം താമസിക്കുന്ന ഇവരുണ്ടായിരുന്ന ആ പഴയ വീട്ടിലെത്തി. നീ നിന്റെ മകനെയും കൊണ്ട് ഇവിടെ നിന്ന് ഉടനെ തന്നെ ഇറങ്ങണം എന്ന് പറയുന്നു. കാരണം അവിടെയുള്ള പൊടി മൂലം ടോമിന്റെ കുഞ്ഞിന് ലങ്സ് പ്രോബ്ലം ഉണ്ട്. എന്നാൽ ടോം അവിടെ നിന്ന് പോവാൻ കൂട്ടാക്കുന്നില്ല. ഇതെന്റെ അച്ഛൻ നോക്കാൻ ഏൽപ്പിച്ച സ്ഥലമാണ്, ഇവിടെ നിന്ന് ഞാൻ ഒരിക്കലും പോവില്ല എന്നൊക്കെ പറയുന്നു. അവസാനം ദേഷ്യം വന്ന് സഹികെട്ട് മർഫി അവിടെ ഉണ്ടായിരുന്ന ചോളപ്പാടത്തിന് തീയിടുന്നു. ഇത് കണ്ട ടോം ഓടിച്ചെന്ന് ആ തീ അണക്കാൻ ശ്രമിക്കുന്നു. ഈ തക്കത്തിന് മർഫി ടോമിന്റെ ഭാര്യയോട് കുട്ടികളെ കൂട്ടി ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതേ സമയം കൂപ്പർ ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് സ്പീഡിൽ സഞ്ചരിക്കുന്നു. ഒരു ഘട്ടത്തിൽ കൂപ്പറിന്റെ സ്പേസ്ഷിപ്പ് തകരുകയും കൂപ്പർ സ്പേസ്ഷിപ്പിൽ നിന്നും സ്വയം ഇജക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സ്പേസ്ഷിപ്പിൽ നിന്നും പുറത്തു വന്ന കൂപ്പർ വന്നു വീണത് ഒരു പ്രത്യേക സ്ഥലത്താണ്. ആ സ്ഥലത്തിന്റെ പേര് ടെസ്റാക്ട് എന്നാണ്. ആ സ്ഥലം കുറെ ലൈൻസും ക്യൂബ്സും ബ്ലോക്സും അങ്ങനെ എന്തൊക്കെയോ പോലെ കൂപ്പറിന് തോന്നുന്നു. കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവയെല്ലാം ബ്ലോക്സ് പോലെ കൂപ്പറിന് തോന്നുന്നു. കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ കൂപ്പറിന് ആ ബ്ലോക്സ് എല്ലാം ബുക്ക് പോലെ കൂപ്പറിന് തോന്നുന്നു. ഈ ബുക്കിന്റെ ഗ്യാപ്പിലൂടെ നോക്കിയപ്പോൾ ചെറിയ മർഫി റൂമിൽ ഇരിക്കുന്നത് കൂപ്പറിന് കാണുന്നു. മർഫിയെ കണ്ടതും കൂപ്പർ മർഫി മർഫി എന്ന് അലറി വിളിക്കുന്നു. എന്നാൽ മർഫിക്ക് കൂപ്പറിനെ കാണാനോ ശബ്ദം കേൾക്കാനോ പറ്റുന്നില്ല. ആ ദേശത്തിൽ കൂപ്പർ അവിടെ ആഞ്ഞടിക്കുമ്പോൾ ആ ഷെൽഫിൽ നിന്നും ഒരു ബുക്ക് താഴെ വീഴുന്നു. ഇത് മർഫി കാണുന്നു. ഇപ്പോൾ